എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ഫിഷ് പ്ലാറ്ററാണ്. വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ മാറിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട. നമുക്ക് ആദ്യമേ തന്നെ മീൻ നന്നായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ വലിയ മീനിന് മുള്ളുള്ള മീനിനെ മുള്ളില്ലാണ്ട് ഞാൻ മുറിച്ച് ഓരോ പീസും വെവ്വേറെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഞാൻ എങ്ങനെയാണത് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക. ഞാനിവിടെ വളരെ ചെറിയ പീസുകളാണ് മുറിച്ചിരിക്കുന്നത്. പലതരം മസാലകളാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസായിട്ട് കുറേയേറെയായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ മീനെല്ലാം മുറിച്ച് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. ഓരോ പീസും ഞാൻ മാറ്റി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഓരോന്നും മാറിനേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫിഷ് പ്ലാറ്ററാണ് ഉണ്ടാക്കുന്നത്. പല ടേസ്റ്റിലാണ് നമ്മളിത് ഓരോ മാറിനേഷനും ചെയ്യുന്നത്. എല്ലാം 5 പീസാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മളിങ്ങനെ നീളത്തിൽ മുറിച്ച് വെച്ചിരുന്ന മീനുണ്ടല്ലോ, ആ മീന് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നിങ്ങൾക്ക് തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ തൊലി കളയണം. ഇവിടെ പിള്ളേർ തൊലി കളയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തൊലി കളയാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 5 പീസിനുള്ള മസാലയാണ് ഇവിടെ കാണിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി എക്സ്ട്രാ ഹോട്ട് മുളക് പൊടിയാണ്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, കസൂരി മേത്തി 1/2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ഒഴിക്കും. അപ്പോൾ ഇത്രയും മസാലയാണ് നമുക്ക് ഈ മീനിലേക്ക് ആവശ്യം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ മീനിലേക്ക് ചേർക്കാം. ഇവിടെ സാൽമൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുണ്ടല്ലോ, നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് വേണം കേട്ടോ, മസ്റ്റായിട്ട് നല്ല പുളി ഉണ്ടാവണം. അപ്പോൾ ഈ ചെറിയ 5 പീസിന് ഞാൻ എടുത്തിരിക്കുന്ന എല്ലാം പാകത്തിനുള്ള മസാലകളാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ സമയം ഉച്ചയ്ക്ക് 12:30 സമയമാണ്. ഇത് വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം മാറിനേഷൻ നമുക്ക് കിട്ടുന്ന സാരം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ മസാലകളെല്ലാം റെഡിയായി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെ നമുക്ക് അടുത്ത മസാല നമുക്ക് റെഡിയാക്കാം. ഇതാണ് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതുണ്ട് 1/4 ടീസ്പൂൺ ഒരല്പം കൂടെ ഉപ്പ്. ഇത് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ മീൻ കഷ്ണങ്ങൾ എടുത്ത് വയ്ക്കാം. എല്ലാം 5 പീസാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ മസാല പൊടികൾ ഇടുക, മിക്സ് ചെയ്യാം. അതിലേക്കും 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കുക. ഓക്കെ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊരു 1/4 ടീസ്പൂൺ മിച്ചം ഉപ്പ്. നമുക്ക് മിക്സ് ചെയ്ത് അടുത്ത പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഉപ്പ് കുരുമുളക് പൊടി നമ്മൾ സാധാരണ ചേർക്കുന്ന മസാലയാണ്. ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ചതുര കഷ്ണത്തിൽ വെച്ചിരിക്കുന്ന മീനിടുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കുഴയ്ക്കുക. അപ്പോൾ ഈ 4ാമത്തെ മാറിനേഷൻ നടക്കുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയവരെ ഞാൻ അറിഞ്ഞില്ല. ഇതിനകത്ത് മറ്റൊന്നുമില്ല, ഇച്ചിരി ഉപ്പ്, കുരുമുളക് പൊടി, നാരങ്ങാനീര് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മസാലയായിട്ട് ഫിഷ് മസാല ഉണ്ടാക്കാൻ, ഇച്ചിരി ഗ്രേവിയോട് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട, ഈ എല്ലാ ഗ്രൂപ്പിനകത്തും നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾക്കൊരല്പം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നമ്മൾ ഓരോ ബാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മുടെ ഫിഷ് പ്ലാറ്ററിന് വേണ്ട ഫിഷ് മസാല ഞാൻ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിന് നമുക്ക് പാന് ചൂടാക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെറുക്കി വയ്ക്കാം.
ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് മാത്രം മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി, ഒരുപാട് ഫ്രൈ ചെയ്യണ്ട. കാരണം നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിനത് വെന്ത് കിട്ടിക്കോളും. കണ്ടല്ലോ, ഇത്രയും മതി കേട്ടോ. ഒരു 2 മിനിറ്റ്, അതുപോലെ ഒട്ടും വേണ്ട. ഈ സാൽമൺ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്രയും മതി. നമുക്ക് ഈ മീനിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ശരിക്കും കുക്കായിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു കോട്ടിങ് പോലെ വരും, അത്രേ ഉള്ളൂ. അതായത് ഈ കളറൊന്ന് മാറി വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാറി അവിടെ ഇരിക്കട്ടെ. തീ കുറച്ചിട്ടിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം. ഈ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക. 2-3 ടേബിൾ സ്പൂൺ എണ്ണ നിങ്ങൾക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ലേശം ഇഞ്ചി അരിഞ്ഞത്, 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് കൊത്തി അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് വലിയ സവാള 1 അല്ലെങ്കിൽ ചെറിയ സവാളയാണെങ്കിൽ 2 ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അല്പം ഉപ്പ്. മീനയിൽ നമ്മൾ ഉപ്പ് വരത്തിട്ടാണ് നമ്മൾ ഒരുപാട് ഇടരുത്. നന്നായിട്ട് ഇളക്കുക. തീ കൂട്ടി വയ്ക്കുക, ഇളക്കുക. മീൻ വറുത്തതിൻ്റെ ഇതൊക്കെ നമ്മുടെ സവോളയിൽ കിട്ടും. ഇത് നന്നായിട്ട് വഴന്ന് വരുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന തക്കാളിയാണ്, ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തക്കാളിയുടെ പച്ചച്ചുവയൊന്ന് മാറി കിട്ടണം, വെന്ത് നന്നായിട്ട് കിട്ടണം. ഒന്ന് മൂടി വെച്ച് വേവിച്ചാലും തരക്കേടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിന് ഏറെ എണ്ണ വേണം. അപ്പം ഞാൻ അത്ര അങ്ങോട്ട് ഒഴിച്ചിട്ടില്ല. എന്നാൽ പോലും അത്യാവശ്യം ഇതെല്ലാം വെന്ത് കുഴഞ്ഞ് നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ചെറു തീയിലിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ട് നിന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കും. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കാം കേട്ടോ, ഒത്തിരിയല്ല, കുറച്ച് വെള്ളം. ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് കുഴയാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മസാലയ്ക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീര് ചേർക്കണം കേട്ടോ. അതിനിപ്പോൾ കൃത്യം ഞാൻ ഇതിൻ്റെ അളവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ നമ്മളിപ്പം ചേർക്കും. ഇത് നല്ല പുളി വേണം, തക്കാളി ഉണ്ട് എന്നാലും പുളി വേണം. ഈ മസാലയുടെ ഉപ്പ് പുളിയൊക്കെ നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മസാലയിലേക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിക്കുക. മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നല്ല തിളച്ച വെള്ളമോ ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മീൻ കഷ്ണങ്ങളെ പെറുക്കിയിടാനായിട്ട് പോവാണ്. ഇനി നമ്മളുടെ ഈ മീൻ ഇങ്ങനെ അടിയിലിരിക്കട്ടെ. മസാല എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് മൂടുക. ഈ മസാല കൂട്ടിനെ ഇങ്ങനെ വെച്ചിട്ട് ചെറുതീയിലിട്ട് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് ചെറുതീയിലിരുന്ന് വേകട്ടെ. ഇളക്കാനൊന്നും പോകണ്ട കേട്ടോ, മൂടി വയ്ക്കാം. അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മളിത് വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കൊന്ന് നോക്കാം. കേട്ടല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞ് സൈഡിൽ കൂടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇതിനെ ഒന്നുകൂടെ മറിച്ചിടണമെന്നുണ്ടെങ്കിൽ മറിച്ചിടാം. ഓക്കെ, പക്ഷേ കെയർഫുള്ളായിരിക്കണം, പൊടിഞ്ഞു പോകാനൊന്നും ഇടവരരുത്. നോക്കട്ടെ, മസാല കൂട്ടി
അടിപൊളി നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിടിലൻ ഫിഷ് മസാല റെഡിയായി. ഇത് ബാസ്മതി റൈസും പ്ലെയിൻ റൈസും ഇത് മാത്രം മതി കഴിക്കാൻ. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. തീ ഓഫ് ചെയ്തു. ഇത് നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് നമ്മുടെ പാത്രത്തിലേക്ക് നമുക്കിടാം. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല നമ്മളിവിടെ തയ്യാറാക്കി മാറ്റി വെച്ച് കഴിഞ്ഞു. കൂടുതൽ നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷ് പോലെ നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് പൊട്ടറ്റോ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ അല്ല, മെഴുക്ക് പുരട്ടിയല്ല, നമ്മൾ റൗണ്ട് ഷേപ്പിൽ കനം കുറച്ച് ഏറ്റവും നല്ല നൈസായിട്ട് തന്നെ പൊട്ടറ്റോ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. കളറൊട്ടും പോകാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. കുറച്ച് ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അല്പം ഉപ്പും ഒരിച്ചിരി പച്ചമുളക് ചേർക്കുക. പിന്നെ നമുക്കൊരല്പം ഉപ്പും ചേർക്കാം. അതുപോലെ തന്നെ അല്പം മല്ലിയിലയും കൂടെ ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. നിങ്ങളൊരു 5 മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോൾ ഈ പൊട്ടറ്റോ വേകും. ഒരുപാട് സോഫ്റ്റായി പോകണ്ട. നമുക്ക് കഴിക്കാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഏറ്റവും കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനുള്ളിൽ തയ്യാറായി കിട്ടും. മല്ലിയില മസ്റ്റാണ്. ജീരകവും ചേർത്തിരിക്കണം. കടുകോ മറ്റുള്ള ഒരു സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കല്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇച്ചിരി ഏറെ എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഞാനിത്ര പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ ചെയ്ത് ഫ്രൈ ആക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഞാനൊരു 4-5 മണിക്കൂറോളം മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഓരോന്നായിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ്. അതെല്ലാം കുറേശ്ശെ എണ്ണ ഒഴിച്ച് മാത്രമാണ് വറുത്തെടുക്കുന്നത്. ഒരുപാട് എണ്ണയിൽ കുഴച്ച് വറുത്ത് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേണ്ട 1, 2, 3, 4 ആയിട്ട് നിങ്ങൾക്ക് കാണാം. എല്ലാ പീസുകളും ഞാനിവിടെ വറുത്ത് കഴിഞ്ഞു. ഓരോന്നും ഞാനിവിടെ വറുത്ത് കോരിയിട്ട് ഇനി ഞാൻ എല്ലാം കൂടെ ഒരു പ്ലേറ്റിലാക്കിയതിന് ശേഷം നിങ്ങളെ കാണിക്കാം. തന്നെയുമല്ല, ഞാനിവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്ന ബാസ്മതി റൈസാണ്. ബാസ്മതി റൈസ് ജസ്റ്റ് ഉപ്പ് മാത്രം ലൈറ്റായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എണ്ണയോ അല്ല വേറെ ഒന്നുമില്ല. ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ചോറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഓയിലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഗ്ലേസിംഗ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് എണ്ണയൊക്കെ ചേർക്കണം. ബട്ടറല്ല, എണ്ണ ചേർക്കണം. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് എണ്ണ വളരെ കുറച്ചാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫിഷാണ് നമുക്കൊരു മെയിൻ ആയിട്ട് കഴിക്കാനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഫിഷാണ്. അപ്പം ഞാനൊരു 5 പേരുടെ കണക്ക് കൂട്ടിയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു സാധാരണഗതിയിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു 8 പേർക്ക് കഴിക്കാം. 2 ഗ്ലാസ് അരി ബാസ്മതി റൈസ്, 2 ഗ്ലാസ് അരിയുടെ ചോറുണ്ടാക്കുക. ബാക്കി നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ ഈ അളവും ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു 8 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട്. വളരെ ടേസ്റ്റിയാണ്. സാലഡ്സൊക്കെ കൂട്ടത്തിൽ വയ്ക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ ഗംഭീര ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്നും നമ്മൾ എന്നും കഴിക്കുന്ന സാധനമല്ല. വല്ലകാലത്തും ഒക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഒരു ഹോട്ടലിൽ പോയി നല്ല വില കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ഒന്നാന്തര ഒരു ഡിഷാണ് ഇത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.